വള്ളൽ നബി മഹ്മൂദ് റൗദിന്ന് വെള്ളം കുടിക്കുന്നതാരടാ. കാവൽ നിന്നിട്ട് പറഞ്ഞു, ഈ ഹൗദിൽ നിന്ന് എന്റെയും അള്ളാന്റെ റസൂലിന്റെയും സമ്മതം കൂടാതെ ഒരിറ്റ് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ള, ആണത്തമുള്ള, ചങ്കൂറ്റമുള്ള, തറവാടിത്തമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ആര് പറയാണ്? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല. അത് പറഞ്ഞപ്പോൾ ആരാ വരുന്നത്? അസ്വദ്. അസ്വദ് വന്നിട്ട് പറയാണ്, ഞാനാണ് ധൈര്യമുള്ളവൻ, എനിക്കൊരു അല്പം അതിൽ നിന്ന് വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല എങ്കിൽ ആ ഹൗദ് ഞാൻ ചവിട്ടി പൊളിക്കും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നപ്പോൾ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല തൻ്റെ കയ്യിലുള്ളതായ മൂർച്ചേറിയതായ ആ വാൾ വലിച്ചൂരിയിട്ട് അസ്വദിന് നേരെ ഒരു വലിയതായ പടയോട്ടം, വലിയതായ ഒരു യുദ്ധം അവിടെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. രണ്ടുപേരും തമ്മിലുള്ളതായ ഏറ്റുമുട്ടൽ നടക്കുന്നു. ആരാണ് അസ്വദ്, ആരാണ് ഹംസത്തുൽ ഖറാർ തിരിച്ചറിയാത്തതായ രൂപത്തിൽ പൊടിപ്പടലങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് വാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിച്ച് മിന്നൽ പിണറുകൾ മിന്നിങ്ങനെ എറിയുന്നത് പോലെ ഒരു ഭാഗത്ത് അബൂജഹലും സംഘവും, ഒരു ഭാഗത്ത് അള്ളാന്റെ റസൂലും സഹാബാക്കളും അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറിന്റെ മന്ത്രധ്വനിയോട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല തൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് അസ്വദിന് നേരെ ഒരൊറ്റ വെട്ടാണ്. ആ വെട്ടോടുകൂടെ അസ്വദ് യുദ്ധക്കളത്തിലേക്ക് തെറിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന്റെ ആ ടാങ്ക് കാത്തിരുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല എന്ന ഭാഗമാണത്. യുദ്ധം ശക്തിയായി. ചുരുക്കി പറയട്ടെ, യുദ്ധത്തിൽ 13 ആളുകളാണ് ഷഹീദായത്. 70ഓളം ശത്രുക്കളെ കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്യപ്പെട്ടതിന് ശേഷം യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ വമ്പിച്ച വിജയമാണ് മുസ്ലിമീങ്ങൾക്കുണ്ടായത്. 70ഓളം ശത്രുക്കളെ കൊണ്ടുപോയിട്ട് ബദറിലുള്ളതായ ഒരു കിണറിലേക്ക് എറിയുകയാണ്. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് പോലത്തെ നേതാക്കന്മാരെയൊക്കെ ഇവിടെ കൊലപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അവരെ കൊണ്ടുപോയിട്ട് ഒരു കിണറ്റിലേക്ക് എറിയപ്പെട്ട് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടത് കണ്ടില്ലേ? ആ ഭാഗത്തായിരുന്നു കിണറെന്നാണ്. അവിടെ ആ കിണറ്റിലേക്ക് എറിയതിന് ശേഷം അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, ഇന്ന് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞ കരാറ് അത് പൂർത്തീകരിക്കുകയാണ്, നിങ്ങളോടോന്ന്. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ചോദിച്ചു, അത്രേ അള്ളാന്റെ റസൂൽ മരിച്ചവർ കേൾക്കും, അതെന്താണ് നിങ്ങൾ ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളെക്കാൾ അവർ കൂടുതൽ കേൾക്കുന്നവരാണ്. അതാണ് ആ ഭാഗത്തായിരുന്നു ആ കിണറുണ്ടായിരുന്നത്. ശത്രുക്കൾ എറിഞ്ഞ ഹദീസിലൊക്കെ ഉള്ളത് സംഭവമാണത്. കിണർ വളരെ ഏതായിരുന്നാലും കൃത്യമല്ല ആ സംഭവം. കിണർ ഇവിടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എന്തില്ല സംശയമല്ല. ഹൗദ് ഈ ഭാഗത്താണ് എന്നതിലും സംശയമില്ല. സൗദി ഗവൺമെന്റ് ഇത് വിപുലീകരിച്ച് ഈ ഭാഗമൊക്കെ ഒന്നും കൂടി ചരിത്ര സ്മാരകമായിട്ട് ഇതേ നേർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. റബ്ബുൽ ഇന്നത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗമൊക്കെ വന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചു. യുദ്ധം നടന്ന ഭാഗമാണ് ഇവിടെ. ടാങ്കിന്റെ ഭാഗത്ത് യുദ്ധം നടന്നല്ലോ. ബദർ യുദ്ധം നടന്ന യുദ്ധം തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് നേരിട്ട് കണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിന് കുളിർമ നൽകാനും നമുക്കൊന്ന് ചിന്തിക്കാനുമുള്ളതായ അവസരമുണ്ടായി. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ബദരീങ്ങളോടുകൂടെ സ്വലോക സ്വർഗ്ഗത്തിൽ നമ്മളെല്ലാവരെയും പ്രവേശിപ്പിക്കട്ടെ. അവരത്ര പ്രതിഫലം